الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ ദീൻ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമാണ്. ജീവിതത്തിന്റെ തേട്ടം തന്നെ അതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ മുഖ്തലൽ ഹയാത്ത്, ജീവിതത്തിന്റെ തേട്ടം തന്നെ നാഫിയായ ഇൽമു പഠിക്കലും സ്വാലിഹായ അമല് ചെയ്യലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും മറ്റ് സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോഴും കാരണമായി പറഞ്ഞത് ഈ രണ്ട് കാരണങ്ങളാണ്. സൂറത്ത് തലാഖിന്റെ അവസാന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്, ഏഴ് ആകാശങ്ങളെ പടച്ചവനാണ് അല്ലാഹ്. വമിനൽ അർളി മിസ്ലഹുൻ, അതേപോലെ 7 ഭൂമികളെയും പടച്ചവനാണ് അല്ലാഹ്. യതനസ്സലുൽ അംറു ബൈനഹുൻ, ആകാശ ഭൂമികൾക്കിടയിൽ അവന്റെ കാര്യം, അവന്റെ കൽപ്പനകൾ ഇറങ്ങുന്നു. ആകാശഭൂമികളെ പടച്ചതിന്റെ അതിൻ്റെ ഇടയിൽ അള്ളാഹുവിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്റെ കാരണമായി അള്ളാഹു പറഞ്ഞു, ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നും അള്ളാഹു എല്ലാം സവിസ്തരം അറിയുന്നുണ്ട് എന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയെന്ന് മുഫസ്സിറുകൾ, ഉലമാക്കൾ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് എഴുതി. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞപ്പോൾ പടച്ചതിന്റെ സൃഷ്ടിച്ചതിന്റെ കാരണമായി പറഞ്ഞത് ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടി എന്നാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജിന്ന് വർഗങ്ങളെ പറ്റി സംസാരിച്ചപ്പോഴും പറഞ്ഞത്
വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗങ്ങളെ നാം പടച്ചിട്ടില്ല നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്ന്. ഈ രണ്ടായത്തുകളിൽ നിന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് പറഞ്ഞത്, ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ലി തഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് മാത്രം അമൽ ചെയ്യാൻ വേണ്ടിയാണ്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന്. മൊത്തത്തിൽ അപ്പോൾ ഈ ലോകത്തിന്റെ നാം അടക്കമുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം നാഫിയായ ഇൽമും സ്വാലിഹായ അമലുമാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനത്തെ പ്രവാചകൻ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിട്ട് അല്ലാഹു പറഞ്ഞു ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അല്ലാഹുവാണ് അവന്റെ പ്രവാചകനെ അയച്ചത്, പ്രവാചകനായി റസൂലായി അയച്ചത്. ഹുവല്ലദീ അർസല റസൂലഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായിട്ട് അയച്ചത് എന്തുമായിട്ടാണ്? ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഹുദയും ദീനുൽ ഹക്കുമായിട്ട്. മുഫസ്സിറുകൾ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് എഴുതി അൽ ഹുദ എന്നതുകൊണ്ട് ഉദ്ദേശം ഇൽമുൻ നാഫിയാണ്, നാഫിയായ ഇൽമാൻ. വദീനുൽ ഹക്ക് കൊണ്ട് ഉദ്ദേശം അമലുൻ സാലിഹാണ്. അപ്പോൾ അർസല റസൂലഹു ബിൽ ഹുദ വദീനിൽ ഹക്ക് എന്നതുകൊണ്ട് ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് നാഫിയായ ഇൽമും സ്വാലിഹായ അമലുമായിട്ടാണ് എന്നാണ്. ഇൽമു പഠിക്കുക എന്നുള്ളത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമായ കാര്യമാണ്. മുസ്ലിമായി ജീവിക്കുക, മുസ്ലിം ആവുക എന്നത് തന്നെ ഇൽമിന്റെ മേൽ നിലകൊള്ളുന്നതാണ്. പണ്ഡിതന്മാർ എഴുതിയത് ഇസ്ലാമാകുന്ന പടുത, ഇസ്ലാമാകുന്ന ഈ വീട് നിലനിൽക്കുന്നത് അറിവാകുന്ന ഫൗണ്ടേഷന്റെ മേലാണ് എന്നാണ്. അറിവില്ലാതെ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കുക സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. അറിവ് അന്വേഷിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമുള്ള കാര്യമാണ് എന്നാണ്. ഈ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശറഈയായ അറിവാണ്, ഇൽമാണ്. ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിൽ വിജയിക്കാൻ കാരണമാകുന്ന അറിവ്. ഈ അറിവിനെ സംബന്ധിച്ച് ആ അറിവ് പഠിക്കുക എന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമുള്ള കാര്യമാണ്. പഠിച്ചേ പറ്റൂ. അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ഫർളാണ് എന്ന്. ഇൽമിന്റെ അടിസ്ഥാനപരമായ രണ്ട് റിസൾട്ടുകളാണ് അമലും ദഅവത്തും. അറിവുണ്ടെങ്കിൽ മാത്രമേ അമൽ ചെയ്യാൻ പറ്റുള്ളൂ. അറിവിലേക്കാണ് ദഅവത്ത് ചെയ്യേണ്ടത്. അമലും ദഅവത്തും സാധ്യമാകണമെങ്കിൽ അമലും ദഅവത്തും ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ്. അമല് ചെയ്യണം. സ്വർഗം നേടിക്കിട്ടാൻ അള്ളാഹു നാളെ പരലോകത്ത് നിശ്ചയിച്ച പ്രതിഫലങ്ങൾ നേടിക്കിട്ടാൻ സൽക്കർമ്മങ്ങൾ ചെയ്യൽ നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളെ സ്വർഗപ്രവേശനത്തിന് കാരണമാക്കിയിട്ടുണ്ട്. പല അമലുകളും പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന് പറയുമ്പോൾ എല്ലാം പറഞ്ഞത് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി എന്നാണ്. ജസാഅൻ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം എന്നോണം, പ്രവർത്തിച്ചതിന് പകരമായി പ്രതിഫലമായി നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്നാണ്. അപ്പോൾ കർമ്മങ്ങൾ ചെയ്യാൻ അറിവ് അനിവാര്യമാണ്. അറിവില്ലാതെ കർമ്മങ്ങൾ ചെയ്യുക സാധ്യമല്ല. അറിവുണ്ടായിട്ട് കർമ്മങ്ങൾ ചെയ്യാത്തതും അറിവില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നതും രണ്ടും അപകടം പിടിച്ച രണ്ട് വഴികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരുടെ വഴിയായിട്ട് പഠിപ്പിച്ചത് അറിവുണ്ടായിട്ട് പ്രവർത്തിക്കാത്തവരാണ് എന്നാണ്. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, അല്ലാഹു കോപിച്ചവരുടെ പാതയാണത്. നസാറാക്കളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് വലദ്ദാല്ലീൻ, അവർ ലാലികളാണ്, വഴിപിഴച്ചവരാണ്, അറിവില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ, അഹ്ലുസുന്നയാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ച ദീൻ പഠിച്ചാൽ മാത്രമേ ആകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശരിയായ വഴി ആഗ്രഹിക്കുന്നവർ ദീൻ പഠിക്കൽ അനിവാര്യമാണ്. അള്ളാഹു പറഞ്ഞ, അള്ളാഹു ക്ഷണിക്കുന്ന സ്വർഗത്തിലേക്ക്, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്, സലാമിന്റെ വീട്ടിലേക്കാണ്.
അത് സ്വർഗമാണ്. ആ സ്വർഗം നമുക്ക് നേടിക്കിട്ടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വഴി നാം ഫോളോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു, ഇതാണ് എൻ്റെ ചൊവ്വായ പാത, അതുകൊണ്ട് ഇതിനെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാത്ത വഴികൾ നിങ്ങൾ അന്വേഷിക്കരുത് എന്നുള്ള പറഞ്ഞു. വലാ തത്തബിഉ സുബുൽ, മറ്റ് മാർഗങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല എന്ന്. അതേപോലെ തന്നെ ദഅവത്ത് എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഉമ്മത്ത് ഏറ്റവും ഉത്കൃഷ്ടരായ സമൂഹമായി മാറിയതിന്റെ കാരണങ്ങളായി അള്ളാഹു എടുത്തു പറഞ്ഞത് വളരെ പ്രധാനമായും ഈ ഉമ്മത്ത് ദഅവത്ത് ചെയ്യുന്ന ഉമ്മത്താണ് എന്നാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്നാണ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഏറ്റവും നല്ല സമുദായമാണ്. എന്താ നിങ്ങളുടെ പ്രത്യേകത? നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അപ്പോൾ അമലും ദഅവത്തും സാധ്യമാകണമെങ്കിൽ ഇൽമ് അനിവാര്യമാണ്. ഇൽമിന്റെ രണ്ട് റിസൾട്ടുകളാണ് അമലും ദഅവത്തും. അമൽ ചെയ്യണമെങ്കിലും ഇൽമ് വേണം, ദഅവത്ത് ചെയ്യണമെങ്കിലും ഇൽമ് വേണം. ഇൽമിന്റെ രണ്ട് റിസൾട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇൽമ് പഠിക്കുക എന്നത് ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു അമലാണ്. ഇൽമിന്റെ മജ്ലിസിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യങ്ങൾ വമ്പിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലെ ഒരു തോപ്പിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇദാ മറർതും ബിറൗളത്തിൻ മിൻ റിയാലിൽ ജന്ന ഫർതഉ, സ്വർഗത്തോപ്പുകളിലെ ഒരു തോപ്പിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് എങ്കിൽ നിങ്ങൾ നന്നായി മേയണമെന്ന്. തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ നന്നായി മേയും, അവിടുത്തെ ഫ്രൂട്ട്സ് കഴിക്കും, വെള്ളം കുടിക്കും, തണലിൽ വിശ്രമിക്കും. ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ തോട്ടത്തിൽ പ്രവേശിക്കുക. സ്വർഗത്തിലെ തോപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലെ തോപ്പിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ നന്നായി മേയണമെന്ന്. സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ എന്താണ് റിയാദുൽ ജന്ന, സ്വർഗത്തിലെ തോപ്പ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹീലഖുൽ ദിക്ർ, അത് ഇൽമിന്റെ മജ്ലിസാണ് എന്നാണ്, മജാലിസുൽ ഇൽമാണ് എന്നാണ്. ഇൽമിന്റെ സദസ് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നാണ്. നമ്മളൊക്കെ മദീനയിൽ പോയി കഴിഞ്ഞാൽ റൗളയിൽ കയറുക എന്നുള്ള നമ്മളെ ആഗ്രഹമാണ്. റൗളയിൽ കയറിയിട്ട് നമ്മൾ മദീനത്ത് പോയേ വരുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കും. എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീടിന്റെയും എൻ്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ തോപ്പിലെ ഒരു തോപ്പാണ്. ആ ഹദീസ് അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് റൗളയിൽ കയറാൻ നമ്മൾ ആഗ്രഹിക്കും. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മറ്റൊരു റൗളയാണ് മജാലിസുൽ ഇൽം. ഇദാ മറർതും ബിറൗളത്തിൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ റൗളയിലൂടെ നിങ്ങൾ കടന്നുപോയാൽ ഫർതഉ, നിങ്ങൾ മേയണം. ഏതാണ് സ്വർഗത്തിലെ റൗള? അത് മജ്ലിസുൽ ഇൽമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലുള്ള റൗളയിൽ പങ്കെടുക്കാൻ മദീനയിൽ പോകണമെങ്കിൽ മജ്ലിസുൽ ഇൽമാകുന്ന റൗളയിൽ പങ്കെടുക്കാൻ നമുക്ക് മദീനയിൽ പോകണമെന്നില്ല. നമ്മുടെ നാടുകളിൽ ഇൽമിന്റെ സദസ്സിൽ പോയിരുന്നാൽ സ്വർഗത്തിന്റെ തോപ്പിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കും. മജ്ലിസുൽ ഇൽമിനെ സംബന്ധിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവിടെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന്. മലക്കുകൾ ഒരുമിച്ച് കൂടും അവിടെ. അള്ളാഹുവിന് ചില പ്രത്യേക മലക്കുകളുണ്ട്. ആ മലക്കുകൾ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു നടക്കുന്നവരാണവർ. എവിടെയെങ്കിലും ഇൽമിന്റെ മജ്ലിസ് കണ്ടു കഴിഞ്ഞാൽ മലക്കുകൾ അവിടെ വന്നിരിക്കും. മറ്റു മലക്കോട് പറയും, ഇവിടെ വാ, നിങ്ങൾ അന്വേഷിക്കുന്നത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ ഇൽമിനോടുള്ള ഇഷ്ടം കാരണത്താൽ മലക്കുകൾ ഒരുമിച്ച് കൂടി ആകാശം മുട്ടെ അവർ തിങ്ങിക്കൂടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ ദർജയുള്ളൊരു മജ്ലിസാണ് ഇൽമിന്റെ മജ്ലിസ്. കാരണം ഇൽമ് ഇസ്ലാമിന്റെ അടിത്തറയാണ്, ഇസ്ലാമിന്റെ ജീവനാണ്. ഇൽമില്ലാതെ ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കുക സാധ്യമല്ല എന്നതിനാലാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ ഏതെങ്കിലും ഒരു മസ്ജിദിൽ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ഫീമാ ബൈനഹും, എന്നിട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അവരിൽ ഉണ്ടാവുകയും ചെയ്താൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സകീന വഗശിയതുഹുമുർ റഹ്മ,
വഹഫതുഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ. ആ സദസ്സിനെ അള്ളാഹു സക്കീനത്ത് ഇറക്കുന്നതാണ്. ആ സദസ്സിൽ സമാധാനം ഇറക്കും. ആ സദസ്സ് റഹ്മത്ത് കൊണ്ട് അള്ളാഹു പൊതിയും. അവിടെ മലക്കുകൾ ആ സദസ്സിനെ പൊതിയും. ഉത്കൃഷ്ടരായ അള്ളാഹുവിന്റെ അടിമകളായ മലക്കുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ആ സദസ്സിലുള്ളവരെ അള്ളാഹു പുകഴ്ത്തി പറയുമെന്ന്. 4 ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ മജ്ലിസിൽ ചൊരിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മലക്കുകൾ അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങിപ്പോകും. അള്ളാഹു ചോദിക്കും, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? മലക്കുകൾ പറയും, നമ്മൾ ഇൽമിന്റെ മജ്ലിസിൽ നിന്നുമാണ് വരുന്നത്. പിന്നെ മലക്കുകളും അള്ളാഹുമായിട്ട് ഒരുപാട് സംഭാഷണങ്ങൾ നടത്തും. അവരെന്താണ് ചോദിക്കുന്നത്, അവരെന്തിൽ നിന്നുമാണ് കാവൽ തേടുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സംസാരിക്കും. ഇതെല്ലാം അള്ളാഹുവിന് അറിയാം. എങ്കിൽ കൂടിയും അള്ളാഹു മലക്കുകളോടൊക്കെ ചോദിക്കും. മലക്കുകൾ മറുപടി പറയുകയും ചെയ്യും. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഓ മലക്കുകളെ, നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നു, ആ സദസ്സിലുള്ളവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഇൽമിന്റെ മജ്ലിസിൽ ഇൽമ കേൾക്കാൻ വേണ്ടി പോയിരുന്നാൽ ആ സദസ്സിൽ ഇരുന്നതിന്റെ കാരണത്താൽ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരികയാണ്. നമുക്ക് ഈ മരണത്തിന് മുമ്പായി നേടിക്കിട്ടേണ്ട വലിയൊരു ദൗത്യവും അതാണ്. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരണം. അള്ളാഹു നമുക്ക് പാപം പുറത്തു തന്നാൽ മാത്രമേ അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന സ്വർഗ്ഗം നമുക്ക് നേടാൻ പറ്റൂ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള്. നിങ്ങൾ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് വരണമെന്ന്. മഗ്ഫിറത്ത് നമുക്ക് കിട്ടണം. ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചിട്ട് അള്ളാഹ് പറയാണ്, ഓ മലക്കുകളെ, നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ആ മജ്ലിസിൽ ഇരുന്നവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുത്തു എന്ന്. അപ്പോൾ മലക്കുകൾ പറയും, അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാൾ ഇൽമ അന്വേഷിച്ച് വന്ന ആളല്ല, അതുവഴി പോകുമ്പോൾ ഇൽമിന്റെ മജ്ലിസ് കണ്ടിട്ട് അവിടെ വെറുതെ ഇരുന്നതാണ്, അയാളെ കുറിച്ച് എന്ത് പറയുന്നു? അള്ളാഹു പറഞ്ഞു, അയാൾക്കും ഞാൻ പുറത്തു കൊടുത്തു എന്ന്. എന്തുകൊണ്ട്? ഹുമുൽ ഖൗമു ലാ യശ്കാ ബിഹിം ജലീസുഹും. ആ സദസ്സ് ഏത് സദസ്സാന്നറിയുമോ? ആ സദസ്സിൽ കൂടിയ ആരും തന്നെ ദൗർഭാഗ്യവാന്മാരാവുകയില്ല എന്ന്. ഒരാളും ദൗർഭാഗ്യവാന്മാരാകാത്ത ഇൽമിന്റെ സദസ്സ്, മജ്ലിസിന്റെ സദസ്സ്, മജ്ലിസുൽ ഇൽമ് സൗഭാഗ്യം മാത്രമുള്ള ഒരു മജ്ലിസ്, മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന മജ്ലിസ്. അതുകൊണ്ട് തന്നെ ഇൽമിന്റെ മജ്ലിസുകളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പള്ളികൾ ഇൽമിന്റെ മർക്കസുകളാകണം. അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും ചർച്ച ചെയ്യുന്ന, പഠനങ്ങൾ നടത്തുന്ന ഒരു മർക്കസായി നമ്മുടെ മസ്ജിദുകൾ മാറണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ പൂർവികരുടെ ചര്യയാണത്. ഇൽമിന്റെ മജ്ലിസാണ്. ഇന്ന് സൗദി അറേബ്യയിലേക്ക് പോയാൽ 2 ഹറമുകളിലും കാണാം ഒരുപാട് പണ്ഡിതന്മാരുടെ ദർസുകൾ. നിത്യം ഇൽമിന്റെ സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കാൻ, മലക്കുകളുടെ സാന്നിധ്യമുള്ള റഹ്മത്തിന്റെ മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന, ഇൽമു പഠിക്കാൻ വരുന്നവർക്ക് വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൾ അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമായി അത് മാറുകയാണ്. ഖൈറ് ബറകാത്തുകൾ ഇറങ്ങാൻ, അള്ളാഹുവിന്റെ തിരുനോട്ടത്തിന് കാരണമാകുന്ന ഒരു സദസ്സാണ് ഇൽമിന്റെ സദസ്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണക്കാർ, നമ്മുടെ നാട്ടിലുള്ളവർ ഇൽമുമായി ബന്ധമുള്ളവരാകണം, ഖുർആനുമായി ഹദീസുമായി ബന്ധമുള്ളവരാകണം. അവർക്കൊക്കെ ഈ ദീനിന്റെ ഇൽമ് പകർന്നു കൊടുക്കാനുള്ള വേദി നമ്മുടെ നാട്ടിലുള്ള പള്ളികളാകണം. ഇൽമിന്റെ കേന്ദ്രമായി, മർക്കസായി നമ്മുടെ പള്ളികൾ മാറണം. ഇന്നത്തെ നമ്മുടെ സ്ഥിതിവിശേഷം ഒന്ന് പരിശോധിച്ചു നോക്കുകയാണ് എങ്കിൽ ഇൽമിൽ നിന്നും എല്ലാവരും അകന്നു പോവുകയാണ്. എത്ര ദറജയുള്ള ഒന്നാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു അധികമായി ചോദിക്കാൻ ആവശ്യപ്പെട്ട ഒന്ന് ഇൽമാണ്. ഖുർ റബ്ബി സിദ്നി ഇൽമാ. അധികമായി ചോദിക്കാൻ റസൂലുള്ളാഹിനോട് അല്ലാഹു കൽപ്പിച്ച കാര്യം. എല്ലാ രാവിലെയും വൈകുന്നേരവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് ചോദിച്ചത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. ഏ അല്ലാഹ്, ഞാൻ നിന്നോട് നാഫിയായ ഇൽമിനെ ചോദിക്കുന്നു എന്നാണ്. വഅഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. ഒരു ഉപകാരവുമില്ലാത്ത ഇൽമിൽ നിന്നും ഞാൻ നിന്നോട് കാവിനെ തേടുന്നു എന്നാണ്. അത്ര വലിയ ദറജയുള്ള സ്ഥാനമുള്ള ഒരു അമലാണ് ത്വലബുൽ ഇൽം, ഇൽം അന്വേഷിക്കുക എന്നുള്ളത്.
അതേപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ അഅലമു ബഅദ നുബുവ്വതി ദറജതൻ അഫ്ളല മിൻ ബസ്സിൽ ഇൽം. നുബുവത്തിന് ശേഷം ഇൽമ് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ അഫ്ളലായ ശ്രേഷ്ഠകരമായ മറ്റൊരു സ്ഥാനം എനിക്കറിയില്ല എന്ന്. വലിയ സ്ഥാനമാണ് ഇൽമ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളതും അതാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് ഇൽമ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇൽമിനോട് താല്പര്യം ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹു പ്രത്യേകം തൗഫീഖ് നൽകുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണ്. ഇൽമു പഠിക്കാൻ വേണ്ടി വരിക എന്നുള്ളത് വളരെ ഹിദായത്തിൽ അള്ളാഹു പ്രത്യേക തൗഫീഖ്, പ്രത്യേകം കനിഞ്ഞരുളിയവർക്ക് മാത്രം കിട്ടുന്ന ഒരു തൗഫീഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ ഇൽമു ഉയർത്തപ്പെടും. ഇൽമു ഉയർത്തപ്പെടും, ജഹ്ല് വ്യാപിക്കും. ഇൽമു ഉയർത്തപ്പെടുകയും ജഹ്ല് വ്യാപിക്കുകയും ചെയ്താൽ ആ നാട്ടിലെ ഉമ്മത്ത്, സമുദായം കുഫറിനെ വരെ പേടിക്കേണ്ടി വരുമെന്ന് പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ അസാന്നിധ്യത്തിലുള്ള ഒരു സമൂഹത്തിന്റെ വളർച്ച അവിടെ ശൈത്താന് നല്ല വളമുള്ള മണ്ണായി മാറും. അവിടെ ബിദ്അത്ത് ഖുറാഫാത്തുകൾ സ്ഥാപിക്കാൻ ശൈത്താൻ എളുപ്പമാണ്. അത് തിരുത്തി കൊടുക്കാൻ പണ്ഡിതന്മാരില്ലാതെ വരുമ്പോൾ എന്ന്. അവസാന കാലഘട്ടത്തിൽ ഇൽമു ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, എന്തായാലും ഉണ്ടാകുന്ന കാര്യങ്ങൾ, നിർബന്ധമായിട്ടും ഉണ്ടാകും. കഅബ പൊളിക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ അവസാന കാലഘട്ടത്തിൽ കഅബ പൊളിക്കപ്പെടും. ജൂതന്മാരുടെ നേതൃത്വത്തിൽ കഅബ പൊളിക്കാൻ ആൾക്കാർ വരും. അതിനെ തടയാൻ ആർക്കും കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടോ ധർണ നടത്തിയിട്ടോ സമരം വിളിച്ചിട്ടോ നോട്ടീസ് അടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അത് ശത്രുക്കൾ ചെയ്യുക തന്നെ ചെയ്യും. ജൂതന്മാരും ഫാസിസ്റ്റുകളും ചെയ്യേണ്ടവർ ആരൊക്കെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞത്, അവരത് ചെയ്യുക തന്നെ ചെയ്യും. അതിനെ ഇല്ലാണ്ടാക്കാൻ ഒരു പാർട്ടിക്കും സാധിക്കുകയില്ല. അത് റസൂലുള്ളാഹിന്റെ പ്രവചനമാണ്. രണ്ടാമത്തേത്, നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ അത് ഇല്ലാതാക്കാൻ പറ്റും. ഉണ്ടാകും, നാം ജീവിക്കുന്ന കാലത്ത് അത് ഇല്ലാതാക്കാൻ പറ്റും. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഉദാഹരണം ഇൽമു പഠിപ്പിക്കലാണ്. ഇൽമു ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞത് നാം ഇൽമു പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് എങ്കിൽ, ഇൽമിന്റെ മജ്ലിസുകൾ ഉണ്ടാക്കുകയാണ് എങ്കിൽ, പുതിയ പുതിയ ഉലമാക്കളെ, താലിബുൽ ഇൽമിനെ വാർത്തെടുക്കാൻ നാം ശ്രമിക്കുകയാണ് എങ്കിൽ, നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഒരു മഹത്തായ മഹാവിപത്ത് ഉണ്ടാകുകയില്ല. എങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഇൽമിനെ ഉയർത്തുക ഒറ്റയടക്കം ഉയർത്തലല്ല, മറിച്ച് ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉ മിൻ സുദൂരിൽ ഇബാദ് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് ഇൽമു ഉയർത്തപ്പെടുക എന്ന്. ഒരു പണ്ഡിതന്റെ മരണം ഒരു ശേഖരം ഇൽമിന്റെ ഇല്ലായ്മയാകാൻ. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ ദഫൻ ചെയ്തതിനു ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാകദാ ദഹബുൽ ഇൽം, ഇങ്ങനെയാണ് ഇൽമു പോകുക. ഖദ് ദുഫിനൽ യൗം ഇൽമുൻ കസീർ, ഇന്നേ ദിവസം ധാരാളം ഇൽമു നിങ്ങൾ മറവ് ചെയ്തു എന്ന്. അങ്ങനെ പണ്ഡിതന്മാരുടെ മരണത്തിലൂടെ ഒരുപാട് ഇൽമുകൾ നഷ്ടപ്പെട്ടു പോകും. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ്. ആ ഉസ്താദിന്റെ മരണം അദ്ദേഹത്തിന് ഏറെ പ്രയാസം ഉണ്ടാക്കി. കാരണം സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള ഇൽമ് എത്രയുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അറിയാം. അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ ഒരു കൂട്ടം ഇൽമു പോയി. ഉമർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇൽമിന്റെ 1/10 നിങ്ങൾ ഇന്ന് കുഴിച്ചു മൂടി, ഇത് നിങ്ങൾ ദഫൻ ചെയ്തു എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ദഫൻ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. പണ്ഡിതന്മാരുടെ വിയോഗത്തിലൂടെയാണ് ഇൽമു ഉയർത്തപ്പെടുക. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ ഇൽമു കരസ്ഥമാക്കുക, അത് പിടിക്കപ്പെടുന്നതിന് മുമ്പ്, അത് പിടിക്കപ്പെടുക പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് എന്നാണ്. വലിയ വലിയ പണ്ഡിതന്മാർ നമ്മൾ ഇന്നും മരണപ്പെട്ടു പോയി. പക്ഷെ പണ്ഡിതന്മാരുടെ മരണം ഈ ഉമ്മത്തിനൊരു വിപത്താണ് എങ്കിലും
ഈ ഉമ്മത്തിനെ അത് ബാധിക്കുന്നില്ല. പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ഉമ്മത്തിന്റെ നികത്താനാകാത്ത ഒരു വിപത്താണ് ഒരു പണ്ഡിതന്റെ മരണം എന്ന്. എന്നാൽ ആ മരണം ഈ ഉമ്മത്തിന് ബാധിക്കുകയില്ല. കാരണം ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ ഉമ്മത്ത് എന്ന്. ഒരു പണ്ഡിതൻ മരണപ്പെടുമ്പോൾ മറ്റൊരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുക്കാനുള്ള ശ്രമം ഈ ഉമ്മത്ത് നടത്തുമെന്ന്. അങ്ങനെ ഇൽമിനെ ബാക്കിയാക്കാൻ, ഉലമാക്കളെ ബാക്കിയാക്കാൻ, ഇൽമിന്റെ മജ്ലിസുകളെ ബാക്കിയാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെ ഒരു ഇൽമിന്റെ മജ്ലിസ് നടത്തിയാൽ അവിടെ എത്ര ആള് കൂടി എന്നുള്ളതല്ല വിഷയം. നമ്മുടെ പള്ളികൾ മജാലിസുൽ ഇൽമാണോ, നമ്മുടെ മജ്ലിസ് പള്ളികൾ ഇൽമിന്റെ മർക്കസായിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിങ്ങൾ നടത്തിയ മജ്ലിസുൽ ഇൽമിൽ എത്ര ആള് കൂടിയും ചോദിക്കൂല, നിങ്ങൾ ഇൽമിന്റെ മജ്ലിസ് നടത്തിയോ എന്നേ ചോദിക്കുള്ളൂ. നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അതാണ്. ഇൽമിന്റെ മജ്ലിസ്, ഹദീസിന്റെ ക്ലാസുകൾ, അഖീദയുടെ ക്ലാസുകൾ നമ്മുടെ മസ്ജിദിൽ നടക്കുന്നുണ്ട് എങ്കിൽ ആ നാട്ടിന് ചുറ്റും അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാൻ അത് കാരണമായി തീരും. റഹ്മത്തിന്റെ മലക്കുകൾ വന്നു പോകുന്ന ഒരു നാടായി ആ നാട് മാറും. അള്ളാഹുവിന്റെ തിരുനോട്ടം ആ നാട്ടിലുണ്ടാകാൻ കാരണമായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ, നീ കാരണത്താൽ ഒരാളെ അള്ളാഹു ഹിദായത്തിലാക്കിയാൽ ചുവന്നൊട്ടകങ്ങളെക്കാൾ നിനക്കത് ഉത്തമമാണ്. ദുനിയാവും ദുനിയാവിലുള്ള സകലതിനേക്കാളും നിനക്കുത്തമം അതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നാം കാരണത്താൽ ഒരാൾ ഹിദായത്തിലാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ ആളെക്കൂട്ടലും സദസ്സുണ്ടാക്കലും അല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് ഇൽമിന്റെ ചർച്ചകൾ നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു അമൽ പറഞ്ഞു തരട്ടെ. അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഖൈറായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വഅസ്കാഹ ഇൻദ മലീകികും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വഅർഫഇഹാ ഫീ ദറജാതികും, നിങ്ങളുടെ ദറജകളെ ഒരുപാട് ഉയർത്തുന്ന ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വഖൈരിൻ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ ഫിദ്ദ, നിങ്ങൾ സ്വർണവും വെള്ളിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിനേക്കാൾ ഖൈറായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വഖൈരിൻ ലക്കും മിൻ അൻ തൽഖൗ അദുവകും ഫതൽരിബു അനാകഹും വയൽരിബു അനാകകും, നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുകയും ശത്രുക്കളുടെ പിരടി നിങ്ങൾ വെട്ടുകയും നിങ്ങളുടെ പിരടി ശത്രുക്കൾ വെട്ടുകയും ചെയ്യുന്ന ജിഹാദിനേക്കാൾ ഖൈറായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഖൈറായത്, അല്ലാഹുവിൽ ഏറ്റവും പരിശുദ്ധമായത്, നിങ്ങളുടെ ദർജകൾ ഏറെ ഉയർത്തുന്നത്, സ്വർണവും വെള്ളിയും ചെലവ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായത്, ജിഹാദിനേക്കാൾ ഉത്തമമായത്. 5 കാര്യങ്ങൾ. സഹാബാക്കൾക്ക് അത്ഭുതം. സഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും ഇത്ര മഹത്തരമായ അമൽ ഏതാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കലാണ്. ഇൽമിന്റെ മജ്ലിസുകൾ അല്ലാഹുവിനെ സ്മരിക്കലാണ്. അഖീദയുടെ ക്ലാസ്, ഹദീസിന്റെ ക്ലാസ്, തഫ്സീറിന്റെ ക്ലാസ് ദിക്റുള്ളയാണ്. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, മജ്ലിസുൽ ഇൽമിന്റെ ഫضലാണ് ഈ ഹദീസിലൂടെ കിട്ടുന്നത് എന്ന്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും ഉന്നതമായ അമല് അത് മജ്ലിസുൽ ഇൽമിലൂടെ നേടാൻ പറ്റുന്നു എന്ന്. സ്വർണവും വെള്ളിയും ചെലവ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായ അമല്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ അമല്, ഒരുപാട് ദർജകൾ ഉയർത്തി കിട്ടാൻ കാരണമാകുന്ന അമൽ. അള്ളാഹു പറഞ്ഞതാണ്, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ നിന്നും ഈമാനും ഇൽമും ഉള്ളവർക്ക് അള്ളാഹു ഒരുപാട് ദറജകൾ നൽകുമെന്ന്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മഹത്തരമായ അമലാണ് ഇൽമു പഠിക്കുക എന്നുള്ളത്. ദീനുൽ ഇസ്ലാം ഇത്ര മഹത്തരമായ മറ്റൊരു അമല് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പണ്ഡിതന്മാര് പറഞ്ഞു, സുന്നത്ത് നിസ്കാരത്തെക്കാൾ, നിരുപാധികം വെറുതെ ഉള്ള സുന്നത്ത് നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠകരമാണ് ഇൽമു പഠിക്കുക എന്നുള്ളത്. ഇൽമു പഠിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ, ഇൽമു പഠിച്ചവരുടെ ശ്രേഷ്ഠതകൾ പറയുന്ന ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ, ഇൽമിനും ഇൽമിന്റെ അഹ്ലുകാർക്കും അള്ളാഹും അള്ളാഹിന്റെ റസൂലും നൽകിയ സ്ഥാനത്തോളം മറ്റൊരു സ്ഥാനവുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അത്ര മഹത്തരമായ ഒരു അമലാണ് തലബുൽ ഇൽം എന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൽമിന്റെ വാഹകരാകണം, ഇൽമ് പ്രചരിപ്പിക്കുന്നവരാകണം, ഇൽമിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നവരാകണം, ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നവരാകണം. അള്ളാഹു വാദ ചെയ്ത മഗ്ഫിറത്ത് നമുക്ക് നേടണം, ഉന്നത ദറജകൾ അതിലൂടെ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. റഹ്മത്തിന്റെ മലക്കുകൾ നിത്യമിറങ്ങുന്ന
മസ്ജിദും സ്ഥലവുമായി നമ്മുടെ പള്ളിയും പരിസരവും മാറണം. നമ്മുടെ നാട്ടുകാർക്ക് അള്ളാഹിന്റെ ദീൻ പഠിക്കാനുള്ള ഒരു അവലംബ കേന്ദ്രമായി, ഒരു മർക്കസായി, ഇൽമിന്റെ മർക്കസായി നമ്മുടെ മസ്ജിദുകൾ മാറണം. അതിനുവേണ്ടി സമയവും സമ്പത്തും ആരോഗ്യവും ചെലവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ബാക്കിയാകുന്ന അമലുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അതാണ്. എന്നും ബാക്കിയാകുന്ന അമലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫായിലിഹി. ആരെങ്കിലും ഒരു നന്മ വേറൊരാൾക്ക് അറിയിച്ചു കൊടുത്താൽ ഈ അറിയിക്കപ്പെട്ടവൻ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പ്രതിഫലം അറിയിച്ചു കൊടുത്തവനും കിട്ടുമെന്ന്. ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലു ഇല്ലാ മിൻ സലാസ്. ഒരു വ്യക്തി മരണപ്പെട്ടാൽ അവന്റെ എല്ലാ അമലുകളും നിശ്ചലമാകും, 3 അമലുകൾ ഒഴികെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് സദഖ ജാരിയ, നിത്യമാകുന്ന സദഖ. അതിൽ തന്നെ ഇതും പെട്ടു. സദഖ ജാരിയയിൽ ഇൽമിന് വേണ്ടിയിട്ടുള്ള സദഖ, ആലിമീങ്ങളെയും തുല്ലാബുൽ ഇൽമിനെയും വാർത്തെടുക്കാനുള്ള സദഖ, പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സദഖ, അത് അതിൽപ്പെട്ടതാണ്. രണ്ടാമത്തത് ഇൽമു യുൻതഫഉ ബി, ഉപകാരപ്രദമായ അറിവ്. 3 വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, സാലിഹായ മക്കൾ, ദുആ ചെയ്യുന്ന സാലിഹായ മക്കൾ. ഈ 3 കൂട്ടർ എന്നും ബാക്കിയാകുന്ന അമലാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയാകുന്ന അമലുകളെ ബാക്കിയാക്കാനുള്ള പരിശ്രമത്തിലാകണം. ഈ ദുനിയാവിൽ ഒരിക്കലും ബാക്കിയാകാത്ത നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മളെ ഒരിക്കലും ഇവിടെ ബാക്കിയാകൂല, നമ്മൾ ഇവിടുന്ന് വിട്ടുപോകേണ്ടവരാണ്. അപ്പോൾ എന്നും ബാക്കിയാകുന്ന അമലുകളെ ബാക്കിയാക്കി ഇവിടുന്ന് വിട്ടുപോകുന്നവരാകാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.